ഭാഗവത സോപാനം യൂട്യൂബ് ചാനലിൽ ഇന്ന് നാം സ്മരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരം, ഒരു അനുഷ്ഠാനത്തിനെ കുറിച്ചാണ്. സകല ഐശ്വര്യങ്ങളും സകല പ്രശ്നങ്ങളും തീർന്ന് മനസ്സ് സമാധാനമാകാനും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാനും കുടുംബാംഗങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കാനും ആ തർക്കങ്ങളും കലഹങ്ങളും ഇല്ലാതിരിക്കാനും കിട്ടിയ ഏറ്റവും വലിയ ഒരു ദമ്പതികൾക്ക് ഐശ്വര്യമുണ്ടാകുവാനും ഒക്കെ കഴിയുന്ന വലിയൊരു ആചാരമാണ് തുളസി പൂജനം. തുളസിയെ പൂജ കഴിക്കുക എന്ന് പറയുന്ന ചടങ്ങ്. ഇതിന്റെ ഫലശ്രുതി വളരെ പ്രധാനമാണ്. ആ തുളസി പൂജനം ചെയ്യുന്ന വീടുകളെ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. കുടുംബത്തെ അനാവശ്യമായ നെഗറ്റീവായ ഒരു വാക്ക് പോലും ആരുടെ കയ്യിൽ നിന്നും വരികയില്ല. പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ തനിയെ വളർന്നുകൊണ്ടിരിക്കും. ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള പ്രശ്നങ്ങളാണല്ലോ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ. അതിന് മുഴുവൻ ഇല്ലാതാക്കാൻ ഈ തുളസി പൂജനത്തിന് കഴിയുന്നു. മാത്രമല്ല, ഈ തുളസി വലിയൊരു മരുന്നാണ്, ഒരു മഹാ ഔഷധമാണ് തുളസി. കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ തുടങ്ങിയതായ മരുന്നുകൾക്കൊക്കെ, അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു ഔഷധമാണ് ഈ തുളസി. അതുകൊണ്ട് ഈ തുളസി പൂജനം ചെയ്യുക വളരെ പ്രധാനമാണ്. പൂജയിൽ തുളസിക്ക് അമിതമായൊരു സ്ഥാനം തന്നെ കൊടുത്തിട്ടുണ്ട്. തുളസിയുടെ കഴുത്തോണ്ട് വേണം എല്ലാ പഞ്ചഭൂതങ്ങളും അർപ്പിക്കാൻ. ഈ തുളസി ഇല്ലെങ്കിൽ പൂജ തന്നെ നടക്കുകയില്ല. ഈ തുളസിക്ക് 8 പേരുകളുണ്ട്. അത് വളരെ പ്രധാനമാണ്. ദേവി ഭാഗവതത്തിൽ ഈ 8 പേരുകൾ വളരെ വിസ്തരിച്ച് പറയുന്നു. വൃന്ദാവനി വിശ്വപൂജിത വിശ്വപാവനി പുഷ്പസാര നന്ദിനി തുളസി കൃഷ്ണജീവനി. ഇതിലെ തുളസി എന്ന് പേര് വരാൻ കാരണം എന്താണ്? തുല ന അസ്ഥി ഇതി തുളസി. തുലനം ചെയ്യാൻ കഴിയാത്തതാണ് തുളസി. ഈ തുളസിയെ മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയില്ല. ഇത് നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ സത്യഭാമയും രുക്മിണിയും തമ്മിൽ തുലാഭാരം നടത്തിയ കഥ പറഞ്ഞപ്പോൾ അവിടെ തുളസി കൊണ്ടുവച്ചപ്പോൾ എല്ലാതും അപ്രത്യക്ഷമായി എന്ന് പറയുന്ന ആ സുന്ദരമായ കഥയിൽ പറയുന്നു. തുളസി പൂജനം വളരെ പ്രധാനമാണ്. കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് ഗ്രഹനാഥകളോ ഗ്രഹനാഥന്മാരോ, ഗ്രഹനാഥകളാണ് ചെയ്യേണ്ടത്, സ്ത്രീകളാണ് ശരിക്കും പൂജ ചെയ്യേണ്ടത്. കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് ആ തലമുടി ഒരു തുണി കൊണ്ടോ തോർത്തുമുണ്ടോ കൊണ്ടോ കെട്ടി കിണ്ടിയിൽ വെള്ളവും വിളക്കും കത്തിച്ച് പിടിച്ച് ആ മുറ്റത്തേന്ന് ആ മുറ്റത്ത് വെച്ചുള്ള തുളസിത്തറ, മനോഹരമായൊരു തുളസിത്തറയിൽ മനോഹരമായൊരു തുളസി ചെടി വെച്ച് ആ തുളസിക്ക് ആ ആദ്യം കയ്യിൽ വെള്ളം എടുത്തുകൊണ്ട് തർപ്പണം ചെയ്യണം. 3 പ്രാവശ്യം തർപ്പണം ചെയ്യണം. തർപ്പണത്തിന്റെ മന്ത്രം എന്താ? ഓം ശ്രീം ഹ്രീം ക്ലീം ഐം വൃന്ദാവന്യേ നമഃ എന്ന് പറഞ്ഞ് 3 തർപ്പണം. ആ തർപ്പണം കഴിഞ്ഞാൽ പിന്നെ കിണ്ടിയിലെ വെള്ളം എടുത്തിട്ട് ആ കിണ്ടിയുടെ മുരലുകൊണ്ട് ആ ചെടിയിലേക്ക് അഭിഷേകം നടത്തുകയാണ്. ആ നടത്തുമ്പോ എന്താ ചെല്ലുക? അതിനൊരു മന്ത്രമുണ്ട്, സ്തുതിയുണ്ട്. പ്രസീദ തുളസീ ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദമഥനോദ്ഭൂതേ തുളസീ ത്വാം നമാമ്യഹം. അങ്ങനെ വെള്ളമൊഴിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ പ്രദക്ഷിണമാണ്. തുളസിക്ക് ചുറ്റും പ്രദക്ഷിണം. സകല പാപങ്ങളും നശിക്കാൻ ഈ പ്രദക്ഷിണം വളരെ പ്രധാനമാണ്. ആ പതുക്കെ പതുക്കെ പ്രദക്ഷിണം ചെയ്യുക, ശബ്ദമുണ്ടാക്കാതെ ഈ മന്ത്രം ചൊല്ലുക. ഏതാ മന്ത്രം? യാനി യാനി ച പാപാനി ബ്രഹ്മഹത്യാദികാനി ച താനി താനി പ്രണശ്യന്തി പ്രദക്ഷിണ പദേ പദേ. യാനി യാനി ച പാപാനി ബ്രഹ്മഹത്യാദികാനി ച താനി താനി പ്രണശ്യന്തി പ്രദക്ഷിണ പദേ പദേ. അങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞ് അവിടുന്ന് ഒരു തുളസിയുടെ നുള്ളിയെടുക്കണം. നുള്ളിയെടുക്കുമ്പോ തുളസിക്ക് വേദനയാകാതെ നുള്ളണം. എങ്ങനെ നുള്ളുമ്പോ എന്താ ചെല്ലുക? കേശവാർത്ഥം ലുനാമിത്വാം. നമ്മുടെ തലയിൽ വെക്കാൻ വേണ്ടിയല്ല, കേശവന് വേണ്ടി പൊട്ടിച്ച് അത് കേശവനെ സ്മരിച്ചുകൊണ്ട് ആ ശിരസിലെ പണ്ടത്തെ അമ്മമാര് ദേരി ചെയ്തെടുത്തിട്ട് ആ ശിരസിലെ ആ തുളസിക്കഴുത്ത് അങ്ങ് വെച്ച് വരുമ്പോൾ തന്നെ ഭംഗിയുണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ കഴിഞ്ഞ് ആ അഭിഷേകം ചെയ്യുന്ന സമയത്ത് തുളസിയുടെ അടിയിൽ ഒരു പാത്രം വെച്ച് ഈ അഭിഷേക ജലം ഒരു പാത്രത്തിൽ സ്വീകരിച്ച് കൊണ്ടുവന്ന് അടുക്കളയിലും പൂജാമുറിയിലൊക്കെ തളിച്ച് ആ പൂജാമുറിയിൽ ബാക്കി വെള്ളം വെച്ചാൽ കുളിച്ചു വരുന്നവരൊക്കെ ഇതെടുത്ത് സേവിക്കുകയും അവനവന്റെ ശരീരത്തിൽ തളിക്കുകയും ചെയ്താൽ
രോഗങ്ങളിൽ നിന്ന് വിമുക്തി കിട്ടുന്നു, മനസ്സ് ശാന്തമാകുന്നു, ഇന്ദ്രിയങ്ങൾ ശക്തമാകുന്നു. അങ്ങനെ കർമ്മങ്ങൾ ശരിയാകുന്നു. കർമ്മങ്ങൾ ശരിയായാൽ മനസ്സ് ശരിയാകുന്നു. അങ്ങനെ ബന്ധനങ്ങളില്ലാതെ, പരിഭ്രമമില്ലാതെ, കുടുംബത്തിൽ കലഹമില്ലാതെ, കുടുംബത്തിലെ ഐശ്വര്യം വന്നുകൊണ്ട്, സർവ്വ ഐശ്വര്യങ്ങളും വിദ്യാഭ്യാസ പുരോഗതിയും ഒക്കെ വന്നുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ കാലത്ത് എഴുന്നേറ്റാൽ അമ്മമാരെങ്കിലും നിർബന്ധമായും ഇത് ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ അടുക്കളയിൽ വിളക്ക് കത്തിച്ചിട്ട് കാപ്പി ഉണ്ടാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക തുടങ്ങാൻ ചെയ്യാവൂ. അങ്ങനെ തുളസി പൂജനം ജീവിതചര്യയുടെ പ്രഥമ ഭാഗമാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും തുളസി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.